വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് വളരെ രുചികരവും അതിലുപരി ആരോഗ്യവും നൽകുന്ന ഒരു നാടൻ വിഭവം തയ്യാറാക്കാമേ. ആരുടെ അത്താഴത്തിന് ഒഴിച്ചുകൂടാനാകാത്ത കറിയെന്നാണ് കേട്ടോ നമ്മൾ ഇതിനെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മുരിങ്ങയില താളിപ്പാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ മുരിങ്ങയില ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഒരു മുരിങ്ങയില ക്ലീനാക്കുന്നതാണ് കേട്ടോ ഇതിനകത്ത് ചെറുതായിട്ട് സമയം കൺസ്യൂം ചെയ്യുന്ന കാര്യം. ബാക്കിയെല്ലാം സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മൾ മുരിങ്ങയില റെഡിയാക്കി വെച്ച ശേഷം ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും കടുകിട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ചെറിയുള്ളി കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് ചെറിയുള്ളി തന്നെ ആഡ് ചെയ്യണം, എങ്കിലേ ആ ഒരു രുചി കിട്ടുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഉള്ളി ഒരുപാട് ബ്രൗൺ നിറമായിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ നമ്മൾ താളിപ്പ് ചേർക്കുമ്പോഴേക്കും ചെറിയൊന്ന് കടിക്കാൻ കിട്ടുന്ന പരുവത്തിനാണ് കേട്ടോ. നമ്മൾ ഉള്ളി ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയേ. അപ്പോൾ എണ്ണയിൽ കുറച്ച് നേരം ഒന്ന് വാട്ടിക്കഴിഞ്ഞ് നമ്മൾ ഉതിർത്തി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും കൂടെ അതിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. മുരിങ്ങയില പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും കേട്ടോ. ഒരു സമയം തന്നെ നമ്മൾ എരിവിന് ആവശ്യത്തിനുള്ള കാന്താരി മുളകോ പച്ചമുളകോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ അല്പം കാന്താരി മുളകാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. കാന്താരി കിട്ടുവാണെങ്കിൽ അത് ചേർക്കുവാണ് കൂടുതൽ രുചി കിട്ടുക കേട്ടോ. ഇല്ലെങ്കിൽ പച്ചമുളകാണെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നല്ല കുറുകിയ കഞ്ഞിവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കണേ. അപ്പോൾ എനിക്കിവിടെ ഒരുപാട് കുറുകിയ കഞ്ഞിവെള്ളം അല്ല കിട്ടിയത്, എങ്കിലും നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കുറുകിയ കഞ്ഞിവെള്ളം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അത് തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണേ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ അത്രയും മാത്രം മതി കേട്ടോ നമ്മുടെ ഈ ഒരു കറിയുടെ പ്രോസസ്സിങ്. ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളയ്ക്കുന്നതിനായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ആ ഒരു ബെൽ ബട്ടൺ അമർത്തുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയെ. അപ്പോൾ അതേ നമ്മുടെ മുരിങ്ങയില താളിപ്പ് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു മുരിങ്ങയിലൊന്നും കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായും കുടിക്കും കേട്ടോ. ചെറിയ നമ്മൾ ഈ രസം കുടിക്കുന്നത് പോലെയാണെങ്കിലും കുട്ടികൾക്ക് ഗ്ലാസ്സിനകത്ത് ഒഴിച്ചു കുടിക്കാനും നല്ല രുചിയാണ് കേട്ടോ ഈ ഒരു മുരിങ്ങയില താളിപ്പ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ചൂട് ചോറിൻ്റെ കൂടെയാണ് കേട്ടോ നല്ല കോമ്പിനേഷൻ. ചൂട് ചോറിൻ്റെ കൂടെ ഈ ചൂട് താളിപ്പും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല കുത്തരി ചോറാണെങ്കിൽ പിന്നെ ഒട്ടും പറയേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.